എനിക്കിഷ്ടം നല്ല ധൈര്യമുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ആണിനെയാണ്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്ന് അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങോട്ട് തീരുമാനിക്കണം. നല്ല ഉശിരുള്ള ഒരു ആണിനെയാണ് എനിക്കിഷ്ടം. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒരാൾ പറയുന്നു. അപ്പോൾ മറ്റേ സൈഡിൽ നിന്ന് ഒരാൾ പറയുന്നു, നമ്മുടെ വീടിനോടും വീട്ടുകാരോടും ഒക്കെ ചേർന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പാവം പെൺകുട്ടീനെയാണ് ഞാൻ ആ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ആരെ വിവാഹം കഴിക്കണമെന്നുള്ളത് ഒരു പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അത് തീരുമാനിക്കാം. എന്തായാലും ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ഈ തോട്ട്സിനെ ഒന്ന് ഡീപ്പറായിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. ഒരുപക്ഷെ നല്ല ധൈര്യമുള്ള ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയോ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടും ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് കാണിക്കുന്നത് നിങ്ങളുടെ ഒരു ഇൻസെക്യൂരിറ്റീനെ അല്ലേ? അതുപോലെ കല്യാണം കഴിക്കാൻ ഒരു പാവം പെൺകുട്ടിയെ വേണം എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് നിങ്ങളുടെ പൊതുവിലുള്ള ഒരു ഡോമിനൻസിനെ ആയിരിക്കുമോ? മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ നിങ്ങളോട് ഡിസഗ്രി ചെയ്യുന്നത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് കാണിക്കുന്നത് നിങ്ങളുടെ ഒരു ഇൻസെക്യൂരിറ്റീനെ അല്ലേ? ഒരു റിലേഷൻഷിപ്പ് കൺസിഡർ ചെയ്യുന്നതിന് മുൻപ് ഇതുപോലെയുള്ള പേഴ്സണൽ ഇൻസെക്യൂരിറ്റീസിൽ വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത് കുറച്ചുകൂടെ ഹെൽത്തി രീതിയായിരിക്കില്ലേ?